സ്കൂളും നമ്മുടെ കോച്ചിങ്ങും എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും എന്നുള്ളത്. അതെ, ഞാനിപ്പോൾ ഫൗണ്ടേഷൻ ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ ആദ്യത്തെ മേജർ കൺസേൺ അതായിരുന്നു. ലൈക്ക് ആഴ്ചയിൽ എല്ലാ ദിവസവും സ്കൂളുണ്ട്, അത് കഴിഞ്ഞ് അന്നേരം ഒരു സൺഡേ ബാച്ച് പോലെയാണ് ജോയിൻ ചെയ്തത്. ആകെ കിട്ടുന്ന ഒരു ഫ്രീ ടൈം എന്തിനു കളയണം എന്നുള്ളതായിരുന്നു. ബേസിക്കലി ഞാൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എഞ്ചിനീയറിങ്ങിന് എടുക്കാനാണെങ്കിൽ ബയോമാക്സ് എടുക്കാണ്ടിരിക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് വിൽ ബി എ ഗുഡ് ചോയ്സ്. വലിയൊരു പ്രശ്നം വരുന്നില്ല അത് ഹാൻഡിൽ ചെയ്യാൻ, നമുക്ക് പറ്റും, നമ്മൾ വേണമെന്ന് വെച്ചാൽ പറ്റും. സോ ശ്രീറാം, പ്രിപ്പറേഷൻ ടൈമിൽ ഏതൊക്കെ ബുക്കുകളായിരുന്നു റെഫർ ചെയ്തത്? വേറെ ഏതെങ്കിലും റെഫറൻസ് ബുക്കിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഹൗ റെലവെൻറ്റ് വെയർ ദ ആകാശ് മെറ്റീരിയൽസ്? ഓക്കെ, സോ ആക്ച്വലി ആസ് ഫാർ ആസ് നീറ്റ് ഇസ് കൺസേൺഡ് നമുക്ക് പ്യോർലി ഒരു NCERT ബേസ്ഡ് എക്സാമാണ്. അതുകൂടാതെ ആകാശ് മെറ്റീരിയൽസ് വർ റിയലി ഹെൽപ്ഫുൾ. കാരണം നമുക്കിപ്പോൾ കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് എടുത്തു കഴിഞ്ഞാൽ അത് NCERT ടെക്സ്റ്റ് ബുക്സ് ആർ നോട്ട് ദാറ്റ് കോംപ്രിഹെൻസീവ്, അത്രയും ഒരു എളുപ്പമല്ല. ഓൺ ദി അതർ ഹാൻഡ് നമ്മുടെ ആകാശ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലിയാണ്, നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. സോ എല്ലാവർക്കും തോന്നുന്ന ഒരു ഡൗട്ടാണ് നമുക്ക് NCERT റീഡിങ്, വെൻ ഇറ്റ് കംസ് ടു NCERT റീഡിങ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി നമ്മൾ റീഡ് ചെയ്യണോ എന്നുള്ളത്. സോ അത് ആക്ച്വലി ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ബയോളജി പോലെ കണ്ടിന്യൂസ് ആയിട്ട് റീഡ് ചെയ്യേണ്ട, ബട്ട് വൺസ് നമ്മൾ റീഡ് ചെയ്യണം. കാരണം അത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈവൻ ഫോർ ഈ നീറ്റ് എക്സാമിന് ദ വാസ് എ ക്വസ്റ്റ്യൻ ആൻഡ് ഇറ്റ് വാസ് എ കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻ. സോ അത് എക്സാക്ട്ലി NCERT എന്ന് പിക്കപ്പ് ചെയ്ത ലൈൻസ് ആയിരുന്നു. സോ അതുകൊണ്ട് NCERT റീഡിങ് നമ്മൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ നമ്മൾ NCERT നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്രയും ഒരു കോംപ്രിഹെൻസീവ്, ഒരു സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി അല്ല. സോ വെൻ ഇറ്റ് കംസ് ടു ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആകാശ് മെറ്റീരിയൽസ് വർ റിയലി ഹെൽപ്ഫുൾ. നമ്മൾ ഇങ്ങനെ പോയിൻറ്റ്സ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടാവുക. സോ അത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മോർ കോംപ്രിഹെൻസീവ് ആണ്, കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും. ആൻഡ് അത് കൂടാതെ നമുക്ക് വേറെ അഡീഷണൽ ആയിട്ട് മെറ്റീരിയൽസ് ഒന്നും നീറ്റിന് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ആൻഡ് ബയോളജി പ്യോർലി നമ്മൾ NCERT മാത്രം ഫോക്കസ് ചെയ്യുക. ആസ് മെനി ടൈംസ് ആസ് യു ക്യാൻ റീഡ് ചെയ്യുക. ആൻഡ് ക്വസ്റ്റ്യൻ സോൾവിങ്ങിന് ഡെഫിനറ്റ്ലി നമ്മൾ മെറ്റീരിയൽ യൂസ് ചെയ്യുക. സോ അതും ആകാശ് മെറ്റീരിയലിൽ നമുക്ക് എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമുക്ക് ഉണ്ടാവും. സോ അതൊക്കെ റിയലി ഹെൽപ്ഫുൾ ആയിരുന്നു. ആൻഡ് ഐ തിങ്ക് ഫോർ JEE ആണ് ആക്ച്വലി എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവുക. കാരണം JEE ഇസ് ഔട്ട് ഓഫ് ദി NCERT, പ്യോർലി NCERT അല്ല. സോ എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ് ഏതൊക്കെ ബുക്സ് നമ്മൾ റെഫർ ചെയ്യണം. അപ്പോൾ മാധവ് ഏതൊക്കെ ബുക്സ് ആയിരുന്നു, ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരുന്നത്? JEEയുടെ കാര്യം വരുമ്പോഴും NCERT കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് പിക്ചർ ആവുന്നില്ല. എല്ലാത്തിൻ്റെയും ബേസ് NCERT തന്നെയാണ്. ബട്ട് NCERT റീഡിങ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ബട്ട് കെമിസ്ട്രിയിൽ, എസ്പെഷ്യലി ഓർഗാനിക് കെമിസ്ട്രിയിലൊക്കെ അത് ഒരു തവണയെങ്കിലും വായിച്ചിരിക്കണം. അത് എസ്പെഷ്യലി മെയിൻസിന് വരുമ്പോൾ. എന്നാലേ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോഴും ഈ ബേസ് സ്ട്രോങ് അല്ലെങ്കിൽ മറ്റേത് വായിച്ചിട്ട് കാര്യമില്ല. എൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ അങ്ങനെയായിരുന്നു. കെമിസ്ട്രിയുടെ കാര്യത്തിൽ മാത്രം ആദ്യം ഒന്ന് NCERT വായിക്കുക, അതിനുശേഷം ആകാശിൻ്റെ മെറ്റീരിയൽസ്, ആകാശ് ടാർഗറ്റ്സ് നോക്കുക. ഞാൻ ഇവിടെ നമ്മുടെ എഞ്ചിനീയറിംഗിൻ്റെ JEE എക്സാമിന് വരുമ്പോൾ തിയറിയേക്കാൾ കൂടുതൽ പ്രോബ്ലം സോൾവിങ് ആണ്. അപ്പോൾ കെമിസ്ട്രിയിൽ മാത്രം തിയറി, അത് NCERTയുടെ തിയറി ഒരു സ്റ്റാർട്ടിംഗ് ലെവലിന് അത് സഫീഷ്യൻ്റ് ആണ്. അതിനുശേഷം ആകാശിൻ്റെ ടാർഗറ്റ്സിലെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നു. ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കഴിയുമ്പോഴാണ് റെഫറൻസ് ബുക്കുകളിലേക്ക് പോവുക. മാത്സിന് ഞാൻ പേഴ്സണലി റെഫറൻസ് ബുക്കൊന്നും യൂസ് ചെയ്തില്ല. എനിക്ക് ആകാശ് തന്ന ക്വസ്റ്റ്യൻ സെറ്റ്സ് ധാരാളമായി തോന്നി. ആദ്യം ഞങ്ങൾക്ക് ആകാശിലുണ്ടായിരുന്നത് ഒരു ടാർഗറ്റ് എന്ന് പറയുന്ന ഫസ്റ്റ് കിട്ടുന്ന ബുക്കിൽ തന്നെ അതിനെ സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 എന്നുള്ള 3 ക്ലാസ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റെപ്പ് 1 ബോർഡ് എക്സാമിന് വേണ്ടി മാത്രം, സ്റ്റെപ്പ് 2 JEE മെയിൻസിന് വേണ്ടി മാത്രം, സ്റ്റെപ്പ് 3 വരുമ്പോൾ JEE അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് കൂടെ. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് സക്സസ് അച്ചീവർ, സക്സസ് മാഗ്നറ്റ് എന്ന് 2 ബുക്കുണ്ട്. സക്സസ് അച്ചീവർ ഇസ് ബേസിക്കലി ബേസ്ഡ് ഓൺ പ്രീവിയസ് ഇയർ JEE മെയിൻസ് ക്വസ്റ്റ്യൻ, വെയറാസ് മാഗ്നറ്റ് ഇസ് ബേസ്ഡ് ഓൺ പ്രീവിയസ് ഇയർ അഡ്വാൻസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിലും നമ്മൾ ഒരു ടോപ്പിക് കഴിയുമ്പോൾ ആ ടോപ്പിക്കിലെ ചോദ്യങ്ങൾ ചെയ്യുന്നു. പിന്നെ വീണ്ടും അഡ്വാൻസ്ഡ് ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി സ്കൾ ക്രഷേഴ്സ്, ബുക്ക് റൺസ്, കോൺക്രീറ്റ് എക്സാമ്പിൾസ് എന്നൊക്കെ പല പല പേരുകളിൽ ഓരോ റെഫറൻസ് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ ഈ ഇതിലൊക്കെ ഒരു സ്കൾ ക്രഷർ എടുത്താൽ ഒരു ടോപ്പിക്കിൽ ഒരു 6 ചോദ്യം, അങ്ങനത്തെ ഒരു 2-3 ഷീറ്റ്. അപ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, കുറച്ച് ചോദ്യങ്ങളേ ഉണ്ടാവും. അതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള റെഫറൻസ് ബുക്കുകളിൽ നിന്ന്, ഇപ്പോൾ ഫിസിക്സിലെടുത്താൽ ഇറുഡോവ്, ക്രോട്ടോവ്, ഇങ്ങനത്തെ റെഫറൻസ് ബുക്കുകളിൽ നിന്ന് ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള വളരെ നല്ല ചോദ്യങ്ങൾ എടുത്ത് നമുക്ക് വെച്ചിരിക്കുക. അപ്പോൾ നമ്മളൊരു ഇറുഡോവ് സോൾവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് അതിൽ ഇഷ്ടംപോലെ ചോദ്യങ്ങളുണ്ടാവും, ഏത് ചെയ്യണം എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ആകാശ് റിയലി ഹെൽപ്ഡ് ഇൻ ദാറ്റ്. അപ്പോൾ അവർ തന്ന ആ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ മോഡലിലും ഒന്ന് ഫെമിലിയർ ആവും. അത് കാരണമാണ് ഞാൻ ഫിസിക്സിലും അങ്ങനെ ഒരുപാട് റെഫറൻസ് ബുക്കിൻ്റെ ആവശ്യം വന്നില്ല. ബട്ട് സ്റ്റിൽ യു ക്യാൻ യൂസ് ഫിസിക്സ് ഗാലക്സി, ഇറുഡോവ്, ക്രോട്ടോവ്, പാത്ത് ഫൈൻഡർ അങ്ങനെയൊക്കെ. ബട്ട് കെമിസ്ട്രിയിലാണ് ശരിക്കും റെഫറൻസ് ബുക്കിൻ്റെ ആവശ്യം വരുന്നത്. ഓർഗാനിക് കെമിസ്ട്രി ആകുമ്പോൾ MS ചൗഹാനിലെ ചോദ്യങ്ങൾ ചെയ്തേ പറ്റും, അതൊരു മസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അഡ്വാൻസിലേക്ക് വരുമ്പോൾ മെയിൻസിൽ ഇറ്റ് ഇസ് ഫൈൻ, മെയിൻസിൽ റെഫറൻസ് ബുക്കിൻ്റെ ആവശ്യമില്ല.
അതേപോലെ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ JDL ഒന്ന് വായിക്കുന്നത് വളരെ നല്ലതാണ്. എന്തു വന്നാലും അവസാനം ചോദ്യം ചെയ്യുന്നത് ഞാൻ ചോദ്യങ്ങൾക്ക് വേറെ ബുക്ക് യൂസ് ചെയ്തില്ല, ആകാശ് തന്ന മെറ്റീരിയൽസ് വെയർ മോർ ദാൻ ഇനഫ്. പിന്നെ അതുകൂടാതെ നമ്മുടെ ആകാശ് പ്രൊവൈഡ് ചെയ്യുന്ന കുറേ റിസോഴ്സസ് ഉണ്ട്, ലൈക്ക് iTutor ഉണ്ട്, നമുക്ക് ഓൺലൈൻ പ്രാക്ടീസ് ടെസ്റ്റ് ഉണ്ട്. സോ അതൊക്കെ എത്രത്തോളം ഇറ്റ് ഹെൽപ് യു? എനിക്ക് iTutor വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം JEE ഒരു ഓൺലൈൻ എക്സാം ആണല്ലോ, അപ്പോൾ ആ ഓൺലൈൻ മോഡിനോട് യൂസ് ടു ആവണം. അപ്പോൾ അവിടെ JEE ഞാൻ ശരിക്കുള്ള എക്സാമിന് ചെന്നിരിക്കുമ്പോൾ ആ ടെസ്റ്റ് ഓപ്പൺ ആകുമ്പോൾ ഓക്കെ ഇറ്റ് വാസ് വെരി ഫെമിലിയർ ടു മീ. ഞാൻ ഇത് സ്ഥിരം കാണുന്നതാണല്ലോ. ആകാശ് iTutor എന്ന് പറയുന്ന ആ പ്ലാറ്റ്ഫോമിൽ എഴുതുന്ന എക്സാമിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ആയിരുന്നു, ഇൻ്റർഫേസ് ആണെങ്കിലും എങ്ങനെയാണേലും. iTutor വാസ് എ വെരി ഫെൻറ്റാസ്റ്റിക് ഫെസിലിറ്റി. എല്ലാ എക്സാം എഴുതാനും അത് വളരെ സ്മൂത്തായി വർക്ക് ചെയ്തു. ഓരോ എക്സാം കഴിയുമ്പോൾ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു അനാലിസിസ് അതിൽ കിട്ടുമായിരുന്നു. നമ്മുടെ റാങ്ക് എത്രയാണ്, ഓരോ സബ്ജക്റ്റിലെ നമ്മുടെ റാങ്ക് എത്രയാണ്, എത്ര മാർക്ക് ഏത് ചോദ്യം തെറ്റി, അതിൽ തന്നെ തെറ്റിയ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ. അതേപോലെ തന്നെ ഒരു ടോപ്പിക്ക് നമുക്ക് മിസ്സായിപ്പോയി, എന്തെങ്കിലും പനി കാരണം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെയാണെങ്കിൽ അവിടെ റെക്കോർഡഡ് ലെക്ചേഴ്സ് ഉണ്ട്, അത് കാണാം. ഏതെങ്കിലും നമുക്ക് ഒരു ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പെട്ടെന്നൊരു ഡൗട്ട് വന്നാൽ അതെടുത്ത് അപ്പം തന്നെ നമുക്ക് iTutorൽ പോസ്റ്റ് ചെയ്യാം. അവിടുന്ന് എക്സ്പേർട്സ് നമുക്ക് തിരിച്ച് റിപ്ലൈ തരും, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആൻസർ വെച്ചുകൊണ്ട്. സോ iTutor വാസ് റിയലി ഹെൽപ്ഫുൾ.